ചൈനയിൽ ജനിച്ച് സ്വീഡനിൽ വളർന്നു. സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ ചെന്നപ്പോൾ ബിസിനസ് പഠിക്കുകയായിരുന്നു. പക്ഷേ സാധാരണ ജോലി മതിയാവില്ലെന്ന് അദ്ദേഹം കരുതി. അവന്റെ ലക്ഷ്യം വേറെയായിരുന്നു. എല്ലാവർക്കും സാങ്കേതിക വിദ്യ ഇളവായി എത്തിക്കണം. 2013 പീറ്റർ ലോവിനൊപ്പം ചേർന്ന് അദ്ദേഹം സ്ഥാപിച്ചു വൺ പ്ലസ്. അതിന്റെ ആദ്യ ഫോൺ OnePlus 1 ലോകം കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റ് ഫോണുകളിൽ ഒന്നായി മാറി. വലിയ ബ്രാൻഡുകളെ വെല്ലുവിളിച്ച് വൺ പ്ലസ് യുവജനങ്ങൾക്കിടയിൽ ഹിറ്റായി. പിന്നീട് 2020 കാൾപേ OnePlus വിട്ടു. എല്ലാവരും അതിൽ ആശ്ചര്യപ്പെട്ടു. പക്ഷേ കാൾപേയ്ക്ക് ഒരുപാട് പുതിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു. 2021 അദ്ദേഹം തുടക്കമിട്ട പുതിയ കമ്പനിയാണ് നത്തിങ്. അവർ നിർമ്മിച്ച ഫോണുകളും ഇയർബഡുകളും വ്യത്യസ്തമായ രൂപത്തിലും ശബ്ദത്തിലും ശ്രദ്ധ പിടിച്ചു. നത്തിങ് ഇയർബഡ്സ്, നത്തിങ് ഫോൺ 1, നത്തിങ് ഫോൺ 2 തുടങ്ങിയവ ലോകമാകെയുള്ള ഉപഭോക്താക്കളെ ആകർഷിച്ചു. സമാനതകളില്ലാതെ ഡിസൈൻ, പെട്ടെന്ന് അറിയപ്പെടുന്ന ബ്രാൻഡ്.